ഇതേ ഒരു യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മുട്ടാണ്. മുട്ട് വിരിഞ്ഞത് ഇങ്ങനെയാണ് വരുന്നത്. മുട്ട് പൂവാകുമ്പം തന്നെ അതിൻ്റെ ബാക്കിൽ കണ്ടോ, അതാണ് ഡ്രാഗൺ ഫ്രൂട്ട് ആവുന്നത്. കുറച്ച് ചെറുതാണെന്ന് തോന്നി. ഇത് യെല്ലോ കളറായതുകൊണ്ടാണ്. ആ പൂവിനൊക്കെ കണ്ടോ നല്ലൊരു ചുമന്ന കളറാണ് വരുന്നത് കേട്ടോ. ഈ യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂവും കായും ഒക്കെ അതിൻ്റെ ഇങ്ങനെയായിരിക്കും വരുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അധികം ഓപ്പണായി പിന്നെ വിടർന്ന് വരത്തില്ല. അതിൻ്റെ വാടിക്കഴിഞ്ഞാൽ ആ റെഡ് കളറിലോട്ടാവുന്നുണ്ട് കേട്ടോ. ഇത് ചെറിയ കായമാവാനാണ് സാധ്യത. അത് നല്ല മഞ്ഞ കളറാവും പഴുത്ത് കഴിഞ്ഞാൽ കേട്ടോ. ഇതിനകത്ത് പൂമ്പൊടി നല്ല നിറച്ചുണ്ട്. അതിനകത്ത് എല്ലാം ഓപ്പണായി വലുതായി വരില്ല. ഇത് നമ്മൾ സാധാരണ റെഡിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂവാണ് കേട്ടോ. അത് വാടിക്കഴിഞ്ഞത് ഇങ്ങനെ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത്. അത് കാവാൻ വേണ്ടിയിട്ടുള്ള നിപ്പാണത് കേട്ടോ. അത് ഇങ്ങനെ ആയിട്ടാണ് റെഡ് കളറിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് വരിക. ഇത് പൂവായി കഴിഞ്ഞ് 30 ദിവസത്തേക്ക് ഇത് പഴുത്ത് നല്ല റെഡ് കളറാവും. ഇത് കട്ട് ചെയ്യുമ്പോൾ നല്ല രസമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ.